ഗായ്സ്, എല്ലാവർക്കും ആദ്യം തന്നെ അടിപൊളി ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വർഷം എല്ലാവർക്കും അടിപൊളി ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ. അപ്പോൾ ഉച്ചയ്ക്കത്തെ കറികളും പിന്നെ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് നന്ദനായിരുന്നേ. നമ്മളിവിടെ നന്ദൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി ഒരു മസാലയിൽ പൊരിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം പെരുംജീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില അരയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ കല്ലുപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പം കയ്പൊന്നും ഉണ്ടാകത്തില്ല, അടിപൊളിയായിരിക്കും. പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ നല്ല ക്രിസ്പി ആവാനും പൊടിയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചെറിയ ഉള്ളി, അതുപോലെ തന്നെ നല്ല ജീരകം, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. നമ്മുടെ നന്ദന് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ പൊരിക്കുന്നത്. മസാലയൊക്കെ പിടിക്കാത്ത ചെറിയ മീനൊക്കെ ഇങ്ങനെയൊക്കെ ചേർത്ത് പൊരിച്ചാൽ അടിപൊളിയായിരിക്കും. അതിനുശേഷം ഒന്ന് അരഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അതൊന്ന് കുഴച്ച് മിക്സാക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ നന്ദൻ എടുത്തിട്ട് എന്താ പറയണ്ടേ നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വറുക്കുന്നതിന് ഒരു 1/4 മണിക്കൂർ മുന്നേ ഇതൊന്ന് മിക്സാക്കി വെച്ചു. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി എല്ലാ ജോലികളും ചെയ്തിട്ടുള്ളത്. അപ്പം നന്ദൻ അവിടെ ഇരുന്നൊന്ന് മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? നമുക്കൊക്കെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ കലണ്ടർ മാറ്റലാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടീസും കാര്യങ്ങളൊന്നും കാണത്തില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ ആ ഒരു ദിവസം ഫസ്റ്റ് ഡേ ന്യൂ ഇയർ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയണ്ടേ, ചിലർക്ക് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സന്തോഷം തരുന്നത് ഫുഡ് അടി തന്നെയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻ ഞാൻ ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. നന്ദൻ ചൂട, ചെമ്മീൻ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ വേറെ ഒരു ഓയിലും യൂസ് ആക്കാറില്ല. ചിലരൊക്കെ സൺഫ്ലവറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞിനാണ്. കുഞ്ഞിന് നന്ദൻ കഴിക്കുന്നതുകൊണ്ട് പാടൊന്നുമില്ല, എങ്കിലും എടുത്തിട്ടെന്ന് മാത്രം. അതിനുശേഷം നമ്മൾ അയില മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അയില നല്ല കുറുകിയ കറിയായിരുന്നു. അതിനുശേഷം കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അതും ചെമ്മീൻ പുളി, കൊഞ്ചും പുളി ചേർത്തിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അതൊന്ന് മെഴുക്ക് പുരട്ടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മൂത്തതായിരുന്നു കേട്ടോ വെണ്ടയ്ക്ക. അപ്പം എന്നാലും സാരമില്ല, സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു അടിഭാഗവും മേൽഭാഗവും കളയുന്നതിന് മുമ്പായിട്ടാണ് കഴുകുന്നത്. അങ്ങനെ ആയിരിക്കും എല്ലാവരും കഴുകുന്നത്. കാരണം അതങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് നമ്മുടെ എന്താ പറയുക മെഴുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു മൊത്തത്തിൽ ഒരു വഴുവഴുപ്പ് നന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തീരെ ഉണ്ടാകത്തില്ല, ഒട്ടും. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് സെറ്റാക്കി അത് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ചെമ്മീനും ആ ഒരു എന്താ പറയണ്ടേ കൊഞ്ചും പുളിയും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ ഇടുന്ന ഈ ഒരു മുളകാണ് കേട്ടോ. ഇത് നല്ല മണമുള്ളൊരു മുളകാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ആ വെണ്ടയ്ക്കയിലേക്ക് അരിഞ്ഞ് ചേർത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ പുളിയും അതുപോലെ തന്നെ ചെമ്മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചെറിയ പുളി ഉണ്ടല്ലോ ഇങ്ങനെ കല്ല് പോലെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളൊരു അരപ്പ്, ഇത് അടിപൊളി കറിയാണ് കേട്ടോ. നമ്മൾ മുളക് കറി വെക്കുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് എപ്പോഴും വെക്കുന്നത് കറിയാണ്. കാരണം അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയണ്ടേ, ചെമ്മീൻ പുളിയുടെ ആ ഒരു പുളിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് താളിക്കണം. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയണ്ടേ വെണ്ടയ്ക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചു. അതിനുശേഷം താളിക്കാനുള്ള ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എടുത്തു വെച്ചു. എന്നിട്ടൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം താളിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ വെള്ളക്കറി ഉണ്ടല്ലോ, വെള്ളക്കറിയിലേക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്കും ഒരുമിച്ചാണ് കേട്ടോ എടുത്തത്. പണി എളുപ്പമാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി ഇളക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ആ ഒരു ചട്ടി തന്നെ നമ്മുടെ വെണ്ടയ്ക്ക അങ്ങ് വെച്ചു. അപ്പോൾ പണി സെറ്റായി. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അതിനകത്തൊന്നും ചേർക്കത്തില്ല. ശകലം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി മാത്രം ഉപ്പും ചേർത്താണ് എടുക്കുന്നത്. ഒരുപാട് ടൈം വെക്കത്തുമില്ല. അപ്പോൾ നമ്മുടെ കറികളൊക്കെ സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയണ്ടേ വെള്ളക്കറി സെറ്റായി, അയലക്കറി സെറ്റായി, നമ്മുടെ വെണ്ടയ്ക്ക അടുപ്പിലായി. അപ്പോൾ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പണി എളുപ്പമാവുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു.
അപ്പോഴത്തേക്ക് നമ്മുടെ പണി എളുപ്പമായി, പെട്ടെന്ന് തന്നെ എല്ലാം കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ വെണ്ടയ്ക്കയ്ക്ക് നമ്മൾ അരിഞ്ഞ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ ആകെ ഇത്രയും ആ ഒരു വഴുവഴുപ്പേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇത് മുറിച്ചിട്ട് വെള്ളത്തിലാണ് ഇടുന്നെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഉള്ളിലത്തെ ആ ഒരു ഇത് മൊത്തം പോയിട്ട് മൊത്തം ഇടങ്ങേറായിപ്പോൾ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഏറ്റവും ബെറ്റർ പരിപാടി. അപ്പോൾ ഇത് നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫാക്കി മാറ്റി അങ്ങ് വെക്കാം. എന്താ പറയണ്ടേ, പിന്നെ കറിവേപ്പില ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഉപ്പും സെറ്റാക്കി. അപ്പോൾ ഇനി നമ്മുടെ മീൻ വറുത്ത് മാറ്റണം. മീൻ വറുത്തെടുക്കലാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മണവും എന്താ പറയണ്ടേ അടിപൊളി ടേസ്റ്റുമാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ. ചില ആളുകളൊക്കെ സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്കത് ഒട്ടും ഹെൽത്തിനും നല്ലതല്ല, ടേസ്റ്റും കൊള്ളില്ല. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റും എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനും. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിന് നല്ലതില്ലെങ്കിലും എന്താ പറയണ്ടേ സൺഫ്ലവർ അതിലും കേടാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മുടെ മീനൊക്കെ സെറ്റാക്കി അങ്ങനെ പൊരിച്ചു വെച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഈ മീൻ ഈ നന്ദനം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയണ്ടേ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഈ മീൻ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല. പിന്നെ ഇത് തേങ്ങ അരച്ച് വെക്കാൻ അടിപൊളിയാണ് കേട്ടോ. തേങ്ങ അരച്ച് ഇത് മുളക് അങ്ങനെ വെച്ച് ഞാൻ കണ്ടിട്ടില്ല, നമ്മളങ്ങനെ വെക്കാറില്ല. നമ്മൾ ഇത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വറുക്കും അല്ലെങ്കിൽ ഇത് തേങ്ങ അരച്ച് കറി വയ്ക്കും. അതാണ് ഇതിൽ ഏറ്റവും ബെറ്റർ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എന്താ ബോൺസിനൊക്കെ നല്ലതാണെന്ന് പറയും. ഡെലിവറി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഈ മീനൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ മീൻ ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ കറിവേപ്പില. ഓൾറെഡി ഇതിൽ കറിവേപ്പില അരച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മീൻ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മീൻ അതുപോലെ തന്നെ ചിക്കൻ, മട്ടൻ, ബീഫ് ഇതുപോലുള്ള പിന്നെ കൂടുതലും റെഡ് മീറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പില അരച്ച് ചേർക്കുന്നതാണ്. കറിവേപ്പില മാത്രമല്ല മല്ലിയില, പുതിന ഇതൊക്കെ അരച്ച് ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അതിൻ്റെ ആ ഒരു സത്ത് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു ഇതിന് നല്ല ടേസ്റ്റും ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീനൊക്കെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ജോലി കഴിഞ്ഞു കേട്ടോ. ഇനി അതിന് ശേഷം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലീനിങ് ആണ്. ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഏറ്റവും പാട്. ഈ മീൻ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി പെട്ടെന്ന് മാറ്റാം, മീനും അതുപോലെ തന്നെ ബാക്കിയുള്ള ജോലികളും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടികൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡേ നമ്മളെന്താ പറയണ്ടേ ഫ്രീ. ഉച്ചയ്ക്കത്തെ പരിപാടി രാവിലത്തെ കാട്ടിലും പാട് ഉച്ചയ്ക്കത്തെ പരിപാടിയാണ് കേട്ടോ. രാവിലെ പെട്ടെന്ന് കഴിയും. പിന്നെ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എന്താ പറയണ്ടേ മടി പിടിച്ചിരിക്കാൻ ഒട്ടും റെഡിയല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ആയി, ചോറും അടുപ്പിലായിട്ടുണ്ട്. എന്താ പറയണ്ടേ ഇനി അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്താ പറയണ്ടേ ഒരു യുദ്ധം കഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി ഇത് പെട്ടെന്ന് സെറ്റാക്കി മാറ്റാം. സെറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താ പറയണ്ടേ നമുക്കിനി പിന്നെ ഫ്രീ ആണല്ലോ നമ്മൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല അടുക്കളയൊക്കെ സെറ്റാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താ പറയണ്ടേ പാത്രം കഴുകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.